പത്രോസും കൂട്ടരും നൂറ്റാണ്ടുകളായി ആ ദേശം അനുഭവിച്ചുകൊണ്ടിരുന്നതായ ശൂന്യതയുടെ, കഷ്ടതയുടെ, അന്ധകാരത്തിന്റെ പ്രതീകങ്ങളായിരുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള ചില വേദഭാഗങ്ങൾ. അവൻ ഗന്നേസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കി തിരക്കൊണ്ടിരുന്നു. യേശു കർത്താവ് 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് കണ്ടു. അതിൽ ശീമോനുള്ള ഒന്നിൽ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെട്ടു. അങ്ങനെ പടക് കരയിൽ നിന്ന് അല്പം നീക്കി അതിൽ നിന്നുകൊണ്ട് യേശു കർത്താവ് ദൈവത്തിന്റെ വചനം പുരുഷാരത്തോട് സംസാരിക്കാനിടയായി. ഒരു വലിയ ജനക്കൂട്ടം യേശുവിന്റെ പിന്നാലെ ദൈവവചനം കേൾക്കേണ്ടതിന് തിക്കി തിരകിക്കൊണ്ടിരിക്കുകയാണ്. ശീമോന്റെ പടകിൽ ഇരുന്നു കൊണ്ട് യേശു കർത്താവ് ദൈവവചനം ജനത്തോട് സംസാരിച്ചു തീർന്നപ്പോൾ ശീമോൻ പത്രോസിനോട് കർത്താവ് ആവശ്യപ്പെടുകയാണ്, ആഴത്തിലേക്ക് മീൻപിടുത്തത്തിനായി വലയിറക്കുക. പത്രോസ് പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കി. അങ്ങനെ പത്രോസ് ആഴത്തിലേക്ക് മീൻപിടുത്തത്തിനായി വലയിറക്കി. അപ്പോൾ സംഭവിച്ചതൊരു മഹാ അത്ഭുതമായിരുന്നു. പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി പടക് മുങ്ങുമാറ് ഒരു വലിയ മീൻകൂട്ടം പടകിൽ അകപ്പെടുവാനിടയായി. അടുത്തുള്ള പടകുകാരെല്ലാം വിളിച്ചു. അവരും കടന്നു വന്നു. എല്ലാവരും ഒരുമിച്ച് അവരുടെ പടകുകളെല്ലാം നിറച്ചു. അങ്ങനെ അത്ഭുതകരമായ ഒരു മീൻപിടുത്തം അവിടെ സംഭവിക്കുക. പത്രോസിന് വലിയ ഭയമുണ്ടായി. എന്താണ് സംഭവിക്കുന്നത്? പത്രോസ് പറഞ്ഞ, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടു പോകണമേ. യേശു കർത്താവിനോട് പറയുന്നു, നീ ഇന്നു മുതൽ മനുഷ്യനെ പിടിക്കുന്നവനാകും. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തു ഒരു വലിയ അത്ഭുത പ്രവൃത്തി ആ കടൽക്കരയിൽ ഗന്നേസർ തടാകത്തിന്റെ കരയിൽ ചെയ്യുവാനിടയായി. ഗന്നേസർ തടാകത്തിന് ജാതികളുടെ ഗലീലി എന്ന പേരുണ്ട്. ഗന്നേസർ തടാകം എന്നുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഗന്നേസർ തടാകത്തിന് സെബലൂൻ അല്ലെങ്കിൽ നഫ്താലി ദേശം എന്നാണ് അറിയപ്പെടുന്നത്. പണ്ട് അവൻ സെബലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള പ്രദേശത്തിന് മഹത്വം വരുത്തും. കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള പ്രദേശത്തിന് മഹത്വം വരുത്തുമെന്ന് പ്രവാചകനായ യെശയ്യാവ് പ്രവചിച്ചു പറയുകയാണ്. ഇനിയും ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് അന്ധത നിലനിൽക്കുകയില്ല, അവർക്ക് പ്രകാശമുദിക്കും. 9-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് നമ്മൾ താഴോട്ട് വായിച്ചു വരുമ്പോൾ കാണുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. അപ്പോൾ യേശു കർത്താവ് ജനിക്കുന്നതിന് 400 വർഷം മുമ്പ് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു പറഞ്ഞതായ ഒരു വേദഭാഗമാണ്. പ്രവാചകനായ യെശയ്യാവിന്റെ പ്രവചനത്തിന് ശേഷം ദൈവശബ്ദം കേൾക്കുവാൻ കഴിയാത്ത ഒരു 400 വർഷങ്ങൾ ഡാർക്ക് ഏജ് എന്ന് വിളിക്കപ്പെടുന്നതായ, വേൾഡ് ഹിസ്റ്ററിയിൽ ഡാർക്ക് ഏജ് എന്നറിയപ്പെടുന്ന ഒരു യുഗമാണ്. ദൈവജനത്തോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ ദൈവമായിട്ടുള്ളതായ സംസാരം, കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പോയ ഒരു അന്ധകാര യുഗം. പ്രവാചകന്മാർ ദൈവത്തോട് സംസാരിക്കുവാൻ കഴിയാതിരിക്കുന്ന, പ്രവാചകന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയാത്ത, ദൈവമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ കഴിയാത്തതായ ഒരു 400 വർഷങ്ങൾ അന്ധകാര യുഗമെന്ന് വിളിക്കപ്പെടാവുന്ന ഒരു കാലഘട്ടം ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലുണ്ടായി. ആ കാലഘട്ടങ്ങൾ നമ്മൾ എടുത്തു പഠിച്ചാൽ ഗ്രീക്ക് സാമ്രാജ്യം വളർന്നതായ ഒരു കാലഘട്ടമാണ്. ഹെലനൈസേഷൻ, ഗ്രീക്ക് ആധിപത്യം ലോകത്തിലൊക്കെ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ അന്ധകാര യുഗം ലോകത്തിൽ മുഴുവൻ ഒരു സാമ്രാജ്യ ശക്തി ഏറ്റെടുത്തുകൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടങ്ങളിൽ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയാതെ, ദൈവത്തോട് സംസാരിക്കുവാൻ കഴിയാതെ, പ്രവാചകന്മാരിൽ കൂടെ അരുളപ്പാടുകൾ സ്വീകരിക്കാൻ കഴിയാതെ ജനമെല്ലാം ഒരു അന്ധകാര യുഗത്തിൽ കിടക്കുകയാണ്.
അതിനുശേഷമായിട്ട് ഗ്രീക്ക് സാമ്രാജ്യത്തിന് ശേഷമായി റോമൻ സാമ്രാജ്യം കടന്നു വന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനം റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിൽ യഹൂദ ഇസ്രായേൽ ആയിരിക്കുന്ന സമയത്താണ്, ഹെരോദാവിന്റെ കാലഘട്ടത്തിൽ. അപ്പോൾ ആ കാലഘട്ടത്തിൽ യേശു അവിടെ ജനിച്ചു. യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് തന്നെ യോഹന്നാൻ ഭൂമിയിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ട മരുഭൂമിയിലെ ദൈവ ശബ്ദമായിട്ട് യോഹന്നാൻ കടന്നു വന്നു. കർത്താവിന്റെ വഴിയൊരുക്കുവിൻ, അവന്റെ പാത നിരപ്പാക്കുവിൻ, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ നിങ്ങളെ വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കുമെന്നാൽ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവുകൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ മരുഭൂമിയിൽ കർത്താവിന്റെ പാതയൊരുക്കുവാൻ ദൈവ ശബ്ദമായി, വോയിസ് ഇൻ ദ വിൽഡർനെസ്, മരുഭൂമിയിലെ ദൈവ ശബ്ദമായിട്ട് യോഹന്നാൻ വെളിപ്പെട്ടു വന്നു. ഒരു സത്യ വെളിച്ചം വരുന്നുണ്ട്. ആ വെളിച്ചത്തിന് പാതയൊരുക്കുവാനായി യോഹന്നാൻ സ്നാപകൻ ഭൂമിയിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ട് കടന്നു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് തന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ നമ്മൾ വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 1 മുതലുള്ള വേദഭാഗങ്ങളിൽ ഗലീല പ്രദേശം അഥവാ ജാതികളുടെ ഗലീലി എന്നറിയപ്പെടുന്ന ഗന്നേസറത്ത് തടാകത്തിന്റെ കരയിൽ സെബൂലൂൻ നഫ്താലി ദേശത്തിന്റെ ആ ഒരു പ്രദേശത്ത് യേശു കർത്താവ് പത്രോസിന്റെ പടകിൽ ഇരുന്നു കൊണ്ട് പുരുഷാരത്തോട് ദൈവവചനം സംസാരിക്കാനിടയായി. ദൈവവചനം സംസാരിച്ചു തീർന്നതിന് ശേഷമായിട്ട് കർത്താവ് പറയുകയാണ്, ആഴത്തിലേക്ക് മീൻപിടുത്തത്തിനായി വലയിറക്കുക. പത്രോസ് യേശുവിന്റെ വാക്കനുസരിച്ച് വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട വല കീറാറായി. ഒരു അത്ഭുതമാണ് അവിടെ സംഭവിക്കുവാനിടയായി. നാളുകളായിട്ട് പത്രോസും കൂട്ടരും അവരോട് ചോദിച്ചാൽ പറയും, ഞങ്ങൾ ഈ പ്രദേശത്ത് വളരെ പരിചിതരാണ്, നൈപുണ്യമുള്ളവരാണ്, ഈ തൊഴിൽ ഞങ്ങൾക്ക് വളരെ പ്രാഗൽഭ്യത്തോടെ സ്കിൽഡ് ആയിട്ട് ചെയ്യുവാൻ കഴിയുന്ന ഒരു ജോലിയാണ്. എന്നാൽ നാളുകളായിട്ട് ഞങ്ങൾ ഇവിടെ വല വീശിക്കൊണ്ടിരിക്കുക, ഞങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ല. ശൂന്യമായ പടകും ശൂന്യമായ വലയും ശൂന്യമായ കരവും മാത്രമാണ് അവർക്ക് ലഭിക്കുന്നതായ പ്രതിഫലം. ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ നിരാശയോടെ എല്ലാ ദിവസവും മടങ്ങിപ്പോകുന്ന അനുഭവമാണ്. രാത്രി മുഴുവൻ അധ്വാനിക്കുന്ന ഒന്നും കിട്ടുന്നില്ല. ഇത് ഇന്നും ഇന്നലെയും ആരംഭിച്ചതായ ഒരു അവസ്ഥയല്ല. പത്രോസിന്റെ ജീവിതം ആരംഭിച്ചത് മുതൽ അതിനു മുമ്പേ തന്നെ പിതാക്കന്മാരുടെ കാലഘട്ടം മുതൽക്ക് തന്നെ ഈ പ്രദേശത്തിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. കാരണം യെശയ്യാപ്രവാചകൻ പ്രവചിക്കുമ്പോൾ പറയുവാനിടയായി, അസീറിയൻ സാമ്രാജ്യം കടന്നു വന്ന ഇസ്രായേലിനെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും. അസീറിയൻ സാമ്രാജ്യ ശക്തി അവരങ്ങനെ കൊണ്ടുപോയി. അതിനുശേഷമായിട്ട് ജാതികളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഭരിക്കപ്പെടുന്ന ഒരു പ്രദേശമായി ഈ ഗലീല അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന പ്രദേശം മാറ്റപ്പെടുവാനിടയായി. അങ്ങനെ ജാതികളുടെ അധീനതയിൽ ജാതികളുടെ ഭരണത്തിന് കീഴിലായിരിക്കുന്ന ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഗലീല എന്ന് പറയപ്പെടുന്ന ആ പ്രദേശം, സെബൂലൂൻ നഫ്താലി പ്രദേശം ഇരുട്ടിലും അന്ധതമസിലും കിടക്കുകയാണ്. അവർക്കൊരു ഉയർച്ച ഉണ്ടാകുവാൻ കഴിയാതെ, നന്മ പ്രാപിക്കുവാൻ കഴിയാതെ അവർ നാളുകളായി നൂറ്റാണ്ടുകളായി ഇങ്ങനെ കിടക്കുകയാണ്. ഇരുണ്ട കാലഘട്ടം മുഴുവൻ അവർ അങ്ങനെയായിരുന്നു. പത്രോസിന്റെയൊക്കെ കാലഘട്ടമാകുമ്പോൾ അവർ പരിശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല. ശൂന്യത മാത്രമാണ് അവരുടെ ജീവിതത്തിലെ അവസ്ഥ. ഈ അവസ്ഥയ്ക്ക് എങ്ങനെ ഒരു വിടുതൽ ഉണ്ടാകും എന്ന് അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു സെബൂലൂൻ നഫ്താലി ദേശത്തിലേക്ക്, ഗലീല പ്രദേശത്തേക്ക് കടന്നു വന്നുകൊണ്ട് യേശു കർത്താവ് പത്രോസിന്റെ പടകിൽ ഇരുന്നുകൊണ്ട് ജനത്തോട് ദൈവത്തിന്റെ വചനം സംസാരിക്കാനിടയായി. ഒരു വലിയ വിടുതലിന്റെ സന്ദേശം അവിടെ മുഴങ്ങുവാനിടയായി. നാളുകളായി ഇരുട്ടിലും അന്ധതമസിലുമായിരിക്കുന്ന ജനത്തിന്റെ മേൽ ദൈവവചനത്തിൽ കൂടെ ഒരു വലിയ പ്രകാശം ഉദിക്കുവാനിടയായി. വചന ശുശ്രൂഷയ്ക്ക് ശേഷമായി കർത്താവ് പറയുകയാണ്, ആഴത്തിലേക്ക് മീൻ പിടിക്കുവാൻ വലയിറക്കുക. അങ്ങനെ അവർ വലയിറക്കിയപ്പോൾ അത്ഭുതം സംഭവിക്കാനിടയായി. നാളുകളായി നേരിട്ടുകൊണ്ടിരുന്ന ശൂന്യത മാറി. നാളുകളായി അവർ അനുഭവിച്ചുകൊണ്ടിരുന്നതായ എല്ലാ പ്രയാസങ്ങളും മാറി. അന്നൊരു സമൃദ്ധിയുടെ അനുഭവം അവർക്ക് ലഭിക്കുവാനിടയായി. ആ പടകിൽ ഒരു സമൃദ്ധി ഉണ്ടായി. അടുത്തുള്ളവരെയും മാടി വിളിച്ചു, അവർക്കും സമൃദ്ധി ഉണ്ടായി. അവർക്ക് നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവം ആ പടകിൽ ഉണ്ടാകുവാനിടയായി. അത് ആ പടകിന് മാത്രമല്ല, പത്രോസിന് മാത്രമല്ല, ആ കൂട്ടാളികൾക്ക് മാത്രമല്ല, ആ ദേശത്തിന് മുഴുവൻ അതൊരു വിടുതലാണ്. പത്രോസും കൂട്ടരും നൂറ്റാണ്ടുകളായി ആ ദേശം അനുഭവിച്ചുകൊണ്ടിരുന്നതായ ശൂന്യതയുടെ, കഷ്ടതയുടെ, അന്ധകാരത്തിന്റെ പ്രതീകങ്ങളായിരുന്നു.
ആ പ്രതീകാത്മകമായി പത്രോസിന്റെ പടകിൽ യേശു വചനം സംസാരിച്ച് വെളിച്ചത്തിന്റെ ദൂത് അറിയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നൂറ്റാണ്ടുകളായിട്ടുണ്ടായിരുന്ന ബന്ധനം അഴിയപ്പെടുവാനിടയായി. നൂറ്റാണ്ടുകളായുണ്ടായിരുന്ന ആ ബന്ധനം അഴിഞ്ഞ് അവർ സ്വതന്ത്രരായി. ഇരുട്ടിലും അന്ധതമസിലുമായ ജനത്തിന്റെ മേൽ ഒരു വലിയ പ്രകാശം ഉണ്ടാകുവാനിടയായി. യേശു കർത്താവ്, ലോകത്തിന്റെ വെളിച്ചമാകുന്ന കർത്താവ്, ആ ഗലീല പ്രദേശത്തേക്ക് കടന്നു വന്ന് അവരോട് വചനം സംസാരിച്ച് ആത്മീയ അന്ധതയ്ക്ക് പരിഹാരം വരുത്തി ഒരു വെളിച്ചത്തിന്റെ സാന്നിധ്യം അവിടേക്ക് അയച്ച് ആ പടകിലും പത്രോസിന്റെ ജീവിതത്തിലും സബലൂൻ നഫ്താലി ദേശത്തും മുഴുവൻ ഒരു വെളിച്ചമുണ്ടാക്കുവാനിടയായി ഒരു അത്ഭുതം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അത് വെറുമൊരു സംഭവമായിരുന്നില്ല. ഈ ഗലീല പ്രദേശത്ത് നടന്നതായ ഈ അത്ഭുത പ്രവൃത്തി ഒരു പ്രവചനത്തിന്റെ നിവർത്തീകരണമായിരുന്നു. പ്രവാചകനായ യെശയ്യാവ് 400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച ആ ദൈവത്തിന്റെ പ്രവചനം നിവർത്തിയാകുകയാണ്. ഇനിയും സബലൂൻ നഫ്താലി ദേശത്തിന് ഹീനത നിലനിൽക്കുകയില്ല. കടൽ വഴിയായ ഒരു മഹത്വം അവിടെ വെളിപ്പെടുമെന്നുള്ള ദൈവ ശബ്ദം ആ പ്രവചനത്തിന്റെ നിവർത്തിയാൽ നൂറ്റാണ്ടുകൾക്ക് ശേഷമായി യേശു ക്രിസ്തുവിൽ കൂടെ ഗലീലയിലേക്ക് യേശു കർത്താവ് കടന്നു വരുമ്പോൾ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടുമെന്നുള്ള വചനത്തിന്റെ നിവൃത്തീകരണമായി ആ ദേശത്തിന് ഒരു വലിയ വെളിച്ചമുണ്ടാകുവാനിടയായി. അവർ അത്ഭുതം കണ്ടു. അവരുടെ ശൂന്യത മാറി, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായി, നിരാശകൾ മാറി, അവരുടെ ഹൃദയങ്ങളിൽ സന്തോഷം അലയടിക്കുവാൻ തുടങ്ങി. എല്ലാ ശൂന്യതകളും മാറി അവർ അത്ഭുതം കണ്ടു. അങ്ങനെയെങ്കിൽ ആ യേശു കർത്താവ് ശീമോൻ പത്രോസിന്റെ പടകിൽ ചെയ്തതായ ആ ദൈവപ്രവൃത്തി ഒരു പ്രവചനത്തിന്റെ നിവർത്തീകരണമായി. സബലൂൻ നഫ്താലി ദേശത്തിന് ഇനിയും ഹീനത നിലനിൽക്കുകയില്ല. അവിടെ ഇരുട്ടിലും അന്ധതമസിലുമായിരുന്ന ജനം വലിയൊരു വെളിച്ചം കാണുമെന്നുള്ള ദൈവത്തിന്റെ വചനം അവിടെ നിവർത്തീകരിക്കപ്പെടുവാൻ ഇടയായെങ്കിൽ, ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു അവൻ തന്റെ വചനമായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന് പ്രകാശിക്കുമ്പോൾ, ആ വചനം നാളുകളായി നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇരുട്ടിനും അന്ധതമസിനും നമ്മുടെ ഹീനതകളെല്ലാം മാറ്റി അതിനെ വെളിച്ചം വീശുവാൻ പര്യാപ്തമായ ഒന്നാണ് ദൈവത്തിന്റെ വചനം. ആ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പ്രകാശിക്കുമ്പോൾ, നമ്മുടെ ഭവനങ്ങളിലേക്ക് ദൈവവചനം പ്രകാശിക്കുമ്പോൾ നമ്മുടെ എല്ലാ ശൂന്യതകളും മാറും, എല്ലാ ഹീനതകളും മാറും, എല്ലാ ഇരുട്ടും മാറും, എല്ലാ അന്ധകാരവും മാറും. അത്ഭുതത്തിന്റെ പ്രവർത്തികൾ, ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയാണ്. കടൽ വഴിയായി ഒരു മഹത്വം വെളിപ്പെടുമെന്ന് സബലൂൻ നഫ്താലി ദേശത്തെ നോക്കി പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചു പറയുവാനിടയായി. അല്ലെങ്കിൽ ഗലീല പ്രദേശത്തെ നോക്കിക്കൊണ്ട് യേശു കർത്താവിന്റെ ആ ഒരു അത്ഭുത പ്രവൃത്തിയെ പ്രവാചകൻ ആത്മീയ കണ്ണുകളാൽ കണ്ടുകൊണ്ട് അത് പ്രവചിച്ചു പറഞ്ഞു. നൂറ്റാണ്ടുകൾക്ക് ശേഷമായി അത് സംഭവിക്കാനിടയായെങ്കിൽ, വാഗ്ദത്തം കേട്ടിട്ടുള്ള ദൈവത്തിന്റെ പൈതലെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആ വലിയ പ്രവർത്തികൾ വെളിപ്പെടുവാൻ സമയമായിരിക്കുകയാണ്. അത് വളരെ പ്രാർത്ഥനയോടുകൂടെ അവൻ ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടുകൂടെ നാം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്നുവെങ്കിൽ ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് താമസമേന നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയാകും. അത് താമസമേന നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാനിടയാകും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ദൈവമക്കളിൽ ഒരു മഹാ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോവുകയാണ്. ആ അത്ഭുതത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട്, വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ പത്രോസിന്റെ പടകിൽ കണ്ടതുപോലെയുള്ള ഒരു വലിയ അത്ഭുതം നമ്മുടെ പടകിൽ നാം ദർശിക്കുവാൻ പോകുകയാണ്. ശൂന്യതകളെ നമ്മുടെ ഭവനത്തിൽ നിന്ന് ദൈവമായ കർത്താവ് മാറ്റുവാൻ പോകുകയാണ്. ആ പ്രതീക്ഷയോടെ കാത്തിരിക്കുക. കർത്താവ് അത്ഭുതം ചെയ്യട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.